നമസ്കാരം. അധികാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു രംഗത്ത് വന്നു. ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്നല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വേണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പ്രാദേശിക നേതാക്കൾ പരസ്യമായ അഭിപ്രായം പറയുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് പാർട്ടിയിൽ കൃത്യമായ നടപ്പ് രീതികളുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത് ഏത് ഭാഗത്തു നിന്നായാലും അത്തരമൊരു ചർച്ച ഇപ്പോൾ ആവശ്യമില്ല. വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ വിജയത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയിലെ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് കെ ബാബു പ്രതികരിച്ചു. തൃപ്പൂണിത്തുറയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കെ ബാബു അവിടെ ഉണ്ണികൃഷ്ണൻ എഫക്ട് UDFനാണ് ഗുണം ചെയ്തതെന്നും അവകാശപ്പെട്ടു. എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളും UDF തന്നെ നേടുമെന്നും അദ്ദേഹം പ്രവചിച്ചു. അതേസമയം എറണാകുളം ജില്ലയിൽ CPM വലിയ പ്രതീക്ഷയിലാണ്. കൊച്ചി സീറ്റ് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് CPMന്റെ കണക്കൂട്ടൽ. എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കളയുന്നതാണ് UDFന്റെ കണക്കൂട്ടൽ. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ഹൈക്കമാൻഡ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പരസ്യ ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച ചർച്ച ഇപ്പോൾ നടത്തേണ്ടതില്ലെന്നും K മുരളീധരനും അഭിപ്രായപ്പെട്ടിരുന്നു. ജയിപ്പിച്ച ഉടൻ തർക്കം തുടങ്ങിയെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് അതിൻ്റെതായ സംവിധാനമുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഫലം വന്നതിന് ശേഷം അക്കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് കിട്ടാത്തതിന് സമുദായങ്ങളെ കുറ്റം പറയരുത്. ചില സമയത്ത് സമുദായ വോട്ട് കിട്ടാതിരിക്കും. അതിന് സമുദായത്തെ തള്ളി പറയരുത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഇത്തവണ കേരളത്തിൽ UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. 5000 വോട്ടിന് വട്ടിയൂർക്കാവിൽ UDF വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിന് നല്ലൊരു മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നൽകുമെന്നും തീരുമാനം പെട്ടെന്നുണ്ടാകുമെന്നും ഹൈബി ഈഡൻ MPയും മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമങ്ങൾ ഷിയാസിനെ പെടുത്തിയതാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. അതേസമയം താൻ പറഞ്ഞത് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് പിന്നീട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. ഇത്തരം കാര്യങ്ങൾ പാർട്ടി വേദികളിൽ പറയുന്നതാണ് കോൺഗ്രസിലെ രീതി. എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഷിയാസ് പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. അതേസമയം പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. നിലവിൽ കൈവശമുള്ള 2 സീറ്റുകളിൽ നിന്ന് 7 സീറ്റുകൾ വരെയായി പാലക്കാട് കരുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. LDFിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്ന പ്രാഥമിക കണക്കുകളാണ് UDF ക്യാമ്പുകളിൽ ആവേശം നിറയ്ക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ തൃത്താലയും ചിറ്റൂരും ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും UDF അവകാശപ്പെടുന്നു. കഴിഞ്ഞ തവണ MP രാജേഷ് പിടിച്ചെടുത്ത തൃത്താല മണ്ഡലം VT ബൽറാം തിരിച്ചുപിടിക്കുമെന്ന് മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. LDFിലെ വിഭാഗീയതയും താഴെത്തട്ടിലെ അസ്വാരസ്യങ്ങളും ബൽറാമിന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസിനെതിരെ ഭരണമുന്നണിക്കുള്ളിൽ തന്നെയുള്ള എതിർപ്പുകൾ സുമേഷ് അച്യുതിന് ഗുണകരമാകുമെന്ന് UDF കണക്കൂട്ടുന്നു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇവിടെ വിജയം ഉറപ്പാണെന്നും നേതൃത്വം പറയുന്നു. പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം രമേശ് പിഷാരടിയിലൂടെ നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ UDFന് സംശയമില്ല. അതുപോലെ തന്നെ മണ്ണാർക്കാട്ട് മണ്ഡലത്തിൽ N ഷംസുദ്ദീൻ തന്റെ 4ാം വിജയം അനായാസം കൈവരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ 2 മണ്ഡലങ്ങളിലും UDF അടിത്തറ ശക്തമാണെന്ന് ബൂത്ത് തല അവലോകനങ്ങളും വ്യക്തമാക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഒറ്റപ്പാലത്ത് ഇത്തവണ അപ്രതീക്ഷിത വിജയവും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. CPM വിട്ട് UDFിലെത്തിയ PK ശശിയുടെ സാന്നിധ്യം ഒറ്റപ്പാലത്ത് വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും ഇത് അട്ടിമറി വിജയത്തിന് വഴിയൊരുക്കുമെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. കോങ്ങാട് മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുമെന്നാണ് പ്രാഥമിക നിഗമനം. ഭരണവിരുദ്ധ വികാരവും ഭരണമുന്നണിയിലെ ഗ്രൂപ്പ് പോരുകളും ജില്ലയിൽ ഉടനീളം UDFന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.